നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടാണ്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിനു വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോ അല്ലാതെ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇതിനായിട്ട് നമ്മൾ 3 അത്യാവശ്യം വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലി കളഞ്ഞ ശേഷം പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൂടെ ചെയ്യാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു വെക്കുകയാണ്. ഒരു ചെറിയ സവാള, എന്താ പറയുക, വളരെ ചെറിയ സവാളയാണ് നമ്മൾ എടുക്കുന്നത്. അത് ചെറുതായിട്ട് കുനുകുനയായിട്ട് അരിയാണ്. ഒരു പച്ചമുളകിന് പകരം മുളക് പൊടി എടുത്താലും മതിയേ. പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരിഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവാള, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കൊറിയൻഡർ ലീവ്സ് ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. അതുപോലെ 1/4 കപ്പ് കടലമാവ്, പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ, അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി. നേരത്തെ നമ്മൾ മുളക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് ആദ്യം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി എടുത്ത് ഒഴിക്കാൻ പാകത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ലൂസ് ആവേണ്ട. ഇനി ഒരു ദോശത്തട്ട് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് കുറച്ച് കനത്തിന് തന്നെയാണ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ കൊണ്ട് നമ്മൾ ദോശ എന്നൊക്കെ പറയാമല്ലോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാവുന്നതാണ്. എളുപ്പം കഴിയുമല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.